നമസ്കാരം. ഈ റിപ്പോർട്ടർ ചാനലിനെ കൊണ്ട് നമ്മൾ സഹികെടുകയാണ് കേട്ടോ. മറ്റൊന്നുമല്ല പറയുന്നത്, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോലും എത്തി അവിടെ കുത്തിത്തിരിപ്പ് നടത്തി വാർത്തകൾ ഉണ്ടാക്കുകയാണ് ഇപ്പോഴത്തെ അവരുടെ മെയിൻ പരിപാടി. ഈ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ഒരു ചാകര പോലെയാണ് അവരതിനെ കാണുന്നത്. പരമാവധി വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്യുക, പരമാവധി വാർത്തകൾ കണ്ടെത്തിക്കൊണ്ട് കൊടുക്കുക, അതിനെ പരമാവധി ഉള്ളതിനെയും വൈറലാക്കുക, ഒരു വിവാദമാക്കുക, ഒരു വലിയ വാർത്തയാക്കുക എന്നതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. ഇവരുടെ ഒരു അജണ്ട അതാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ക്യാമ്പിൽ, ദുരിതാശ്വാസ ക്യാമ്പിൽ ഇവർ എത്തുന്നു. അവിടെയുള്ള ആളുകളോട് നിങ്ങൾ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നു. അവർ ആഹാരം കഴിച്ചില്ല, ഉച്ചക്കത്തെ ഭക്ഷണമാണെന്ന് തോന്നുന്നു. അതെന്താ 2:20 എന്നിട്ട് ഇതുവരെ കഴിച്ചില്ലേ എന്ന് ചോദിച്ച് ഇവരിൽ നിന്ന് ഓരോ കാര്യങ്ങളങ്ങ് എടുത്ത് അപ്പോൾ ഇവർ പറയുകയാണ്, തൊട്ടപ്പുറത്ത് 10 അടി മാത്രം നടന്നാൽ തൊട്ടപ്പുറത്തൊരു ക്യാമ്പുണ്ട്, അവിടെ ചെന്നാണ് രാവിലത്തെ ആഹാരം കഴിച്ചത്, അവിടെയാണ് ആഹാരം വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉള്ളത്, ഒന്നുമില്ലെങ്കിൽ അവിടെ നിന്ന് ആഹാരം ഇങ്ങോട്ടേക്ക് പാചകം ചെയ്തതിന് ശേഷം കൊണ്ടുവരും, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ അവിടെ ചെന്ന് ആഹാരം കഴിക്കും, ഇതുവരെയായിട്ടും ആഹാരം റെഡി ആയില്ല, അതുകൊണ്ട് കഴിച്ചില്ല എന്ന് പറഞ്ഞു. അത് മതിയല്ലോ. അയ്യോ, എന്തുകൊണ്ട് കിട്ടിയില്ല? ദുരിതത്തിൽപ്പെട്ട് കൈയും കാലും ഇട്ടടിക്കുന്ന മനുഷ്യർക്ക് സമയത്ത് ആഹാരം കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണോ ഇത്? സർക്കാർ സംവിധാനങ്ങളാണോ ഇത്? എന്ത് പരാജയമാണിത്? നിങ്ങൾ എന്താണ് ഇത് പരാതിപ്പെടാത്തത്? നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കിടന്ന ന്യൂസ് റൂമിലിരുന്ന് അങ്ങ് അലക്കിയാണ്. റിപ്പോർട്ടറോട് പറയുകയാണ്, അവരോട് ചോദിക്കൂ. സമാധാനമില്ല. അല്ലെങ്കിൽ ഒരു സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നിങ്ങൾ വിശന്നിരിക്കുകയാണോ? നിങ്ങൾക്ക് സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലേ? എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊന്നും ചോദിക്കുകയല്ല. അവരുടെ വായിൽ നിന്ന് എന്ത് കുത്തിയെടുക്കാം, അവരെ കൊണ്ട് ഇല്ലാത്തതും ഉള്ളതും എല്ലാം പരാതിയുടെ ഭാവത്തിൽ പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ വന്ന ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ, അദ്ദേഹം പറഞ്ഞു അവർക്കൊരു ചെറിയ ഈഗോയുടെ പ്രശ്നമുണ്ട് അപ്പുറത്തെ ക്യാമ്പിൽ പോയി ആഹാരം കഴിക്കാൻ എന്ന് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഉടനെ ആ ഈഗോ എന്ന വാക്കിനെ പിടിച്ചെടുത്ത് ഈ അരുൺകുമാർ ഇരുന്ന് ചോദിക്കുകയാണ്, അതെന്താണ് ഈഗോ എന്ന വാക്ക് ഉപയോഗിച്ചത്? പാവപ്പെട്ട ആ മനുഷ്യർക്ക് ഈഗോ ആണെന്ന് നിങ്ങൾ പറഞ്ഞോ? അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത് അവരെ അവഹേളിക്കലാണ്. എന്തൊക്കെയാണോ പറയുന്നത്? ഒരു ദുരിതാശ്വാസ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമല്ല. കുട്ടനാടിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം മുക്കിന് ദുരിതാശ്വാസ ക്യാമ്പുകളായിരിക്കും. വലിയവനെന്നോ ചെറിയവനെന്നോ വലുതെന്നോ ചെറുതെന്നോ ഇല്ലാതെ സകലമാന വീടുകളും മുങ്ങുന്ന ഒരിടമാണ് കുട്ടനാട്. അവിടുത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ജലാശയങ്ങളുടെ ആഴം കൂട്ടേണ്ട അതിൻ്റെ പ്രാധാന്യമൊക്കെ. അതൊക്കെ ചെയ്യാതൊന്നും കുട്ടനാട് രക്ഷപ്പെടുകയില്ല. ഉടനെയൊന്നും വെള്ളത്തിൽ നിന്നും പ്രളയജലത്തിൽ നിന്നും അവർക്കൊരു മോചനവും കിട്ടുകയില്ല. അത് വേറൊരു കാര്യം. അപ്പോൾ അവിടെയൊക്കെ സാധനങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. കൃത്യസമയത്ത് അവിടെയൊക്കെ എത്ര ഇടത്ത് എത്തിക്കണം? ഗ്യാസ് സിലിണ്ടർ, അടുപ്പുകൾ, ഭക്ഷ്യ സാധനങ്ങൾ, ഇതെല്ലാം കൃത്യസമയത്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? അത്രയും വെള്ളം, കഴുത്തൊപ്പമൊക്കെ വെള്ളം നിൽക്കുമ്പോൾ അതുകൊണ്ട് ചെല്ലാൻ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയൊരു കാലതാമസമൊക്കെ എടുത്തെന്ന് വരും, ചെറിയൊരു താമസമൊക്കെ വന്നെന്ന് വരും. അതിനെ എങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് ഇവിടെ സംസ്ഥാനത്ത് മുഴുവനും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആളുകൾ ദുരിതം അനുഭവിക്കുകയാണ് എന്ന രീതിയിൽ വരുത്തി തീർത്താൽ അത് എത്ര വലിയ തെറ്റാണ്. നല്ലത് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ആഹാരം കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന സർക്കാരിനെ തന്നെ കൊഞ്ഞനം കുത്തുന്ന രീതിയായി പോകില്ലേ അത്? വീട്ടിൽ വെള്ളം കയറി എല്ലാവർക്കും 10,000 രൂപ വീതം കൊടുക്കാമെന്ന് പറഞ്ഞു. വീട് നഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും 8 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം 4 ലക്ഷമോ മറ്റോ ആയിരുന്നു. വീടിന്റെ മെയിൻ്റനൻസിന് പ്രത്യേകം, കൃഷി നശിച്ച കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പണം അതൊക്കെ കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2.5 ഏക്കറിന് 13,500 രൂപ മറ്റോ ഒക്കെ കൊടുക്കുന്നുള്ളായിരുന്നു. അത് ഇരട്ടിയോളമാക്കി ഇപ്രാവശ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് ഒരു കാര്യവുമില്ലാത്ത സംഭവങ്ങൾ കുത്തിപ്പൊക്കിയെടുത്ത് അത് വലിയ ബ്രേക്കിംഗ് റിപ്പോർട്ടർ ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുത്ത് ആളുകളെ മുഴുവൻ വേദനിപ്പിക്കുകയാണ്. ഇത് കാണുന്ന മനുഷ്യർക്കും കൂടി സങ്കടമുണ്ടാകുകയാണ്. ദൈവമേ, എല്ലായിടത്തും കിടക്കുന്ന ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണോ? നമ്മളൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ അവർ ആഹാരം കഴിക്കാതെ കിടക്കുകയാണോ? കുഞ്ഞുങ്ങൾ ദുരിതത്തിലാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങനെ അവർ അപ്പുറത്തെ ക്യാമ്പിൽ പോയി ആഹാരം കഴിക്കും? ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എത്രയോ കിലോമീറ്റർ പോകണമെന്ന് വിചാരിക്കും. പക്ഷേ കുറച്ചങ്ങോട്ട് നടന്നാൽ ഒരു മതിലിനപ്പുറമാണ് അടുത്ത ക്യാമ്പ്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇങ്ങനെ ഇല്ലാത്ത വാർത്തകളെ കുത്തിപ്പൊക്കി ദുരിതവും വേദനയും ഒക്കെ പെരുപ്പിച്ച് കാണിച്ച് നാടിനെ ഇല്ലാതാക്കുന്ന, നാടിൻ്റെ വേദനയും ആധിയും കൂട്ടുന്ന ഇത്തരം ചാനലുകൾ തന്നെ നിർത്തലാക്കണം. ഇവരെയൊക്കെ നിരോധിക്കുകയാണ് വേണ്ടത്. കാരണം ഇവർ വലിയൊരു ഭീഷണിയാണ്, സമൂഹത്തിൻ്റെ സമാധാനത്തിന് വലിയൊരു ഭീഷണിയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്തൊരു ദുരന്തമുണ്ടായാലും പരമാവധി വാർത്തകൾ ചെയ്യുന്നതും ആർക്കും കിട്ടാത്ത വാർത്തകൾ ചെയ്യുന്നതുമൊക്കെ ഈ റിപ്പോർട്ടർ ചാനലായിരിക്കും. കാരണം അവരങ്ങ് ടെൻറ്റ് കെട്ടി അവിടെ അങ്ങ് കിടക്കും. പിന്നെ ഇങ്ങനെ കുത്തി ചൊറിഞ്ഞ് ആരുടെയെങ്കിലും വായിൽ നിന്ന് എന്തെങ്കിലും
വരുമോ, എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ ക്യാമറയും കൊണ്ട് മുക്കും മൂലയും പരതി നടക്കുകയായിരിക്കും. എന്നിട്ട് ഒന്നും ഇല്ലാത്ത വിഷയങ്ങളെ പെരുപ്പിച്ച് കാണിക്കും. ഇത് നിർത്തലാക്കണം, ഇത് സഹി കെട്ടു. കണ്ട് കണ്ട് നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനാണ് ഈ ചാനലിനോട് ഉണ്ടാകുന്നതും ഈ റിപ്പോർട്ടർമാരോട് ഉണ്ടാകുന്നതും. അതേസമയം ചോദിക്കേണ്ട സ്ഥലങ്ങളിലൊന്നും കൃത്യമായിട്ട് ചോദിക്കേണ്ട വിവരങ്ങൾ അവർ ചോദിക്കുകയുമില്ല. വെറുതെ ഇങ്ങനെ കോപാളികളാകുകയാണ്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ആളുകൾ കാണുന്നത് തന്നെ കുറഞ്ഞിരിക്കുകയാണ്. അവരുടെ ഒരു ചർച്ചയുണ്ട്, ഇതിനെപ്പറ്റി ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഒരാൾ ഭരണപക്ഷത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കും, നന്നായിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അതിനെ എതിർത്ത് സംസാരിക്കും. ഇവർ തമ്മിലടി, ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷകൾ ഉപയോഗിക്കുന്നു. ഒരു ജേർണലിസത്തിൻ്റെ എത്തിക്സിനെയൊക്കെ മറക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ജേർണലിസ്റ്റുകളാണ് എന്ന് പോലും ഇവർ സ്വയം മറന്നുകൊണ്ട് ചന്തയിൽ കിടന്ന് അടിപിടി കൂടുന്നത് പോലെ റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓരോ പരാക്രമങ്ങൾ, കാടിച്ചു കൂട്ടലുകൾ, ഇത് കാണുമ്പോൾ നമുക്ക് പുച്ഛമാണ് ഇവരോട് തോന്നുന്നത്. ഇവർ വിചാരിക്കുന്നത് ജനങ്ങൾ ഇത് ആസ്വദിക്കുകയാണ്, ഇതിനൊക്കെ റേറ്റിംഗ് കൂടുകയാണ്. പക്ഷെ നമ്മൾ പുച്ഛത്തോടെയാണ്, സഹതാപത്തോടെയാണ് ഇവരെ ഇത് കാണുന്നത്. വെറുപ്പാണ് ഇവരോട് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ദുരന്ത മുഖങ്ങളിൽ ഇവരെ പോലെയുള്ള ചാനലുകാർ നടത്തുന്ന മുതലെടുപ്പുകൾ കൃത്യമായിട്ട് സർക്കാർ സംവിധാനങ്ങൾ നിരീക്ഷിക്കണം. അങ്ങനെയുള്ള ചാനലുകൾക്ക് മുന്നറിയിപ്പ് അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക വാണിങ്ങുകളൊക്കെ അതിന് കൊടുക്കണം. അത് തുടരാതിരിക്കാൻ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഞങ്ങളെ ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്, പ്രേക്ഷകർ ഇത് കാണുമ്പോൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാകുന്നുണ്ട്, ദയവ് ചെയ്ത് ഇത് സർക്കാർ പരിഗണിക്കും എന്ന് കരുതുന്നു. ഈ റിപ്പോർട്ടർ ചാനലിലെ അരുണിനോടൊക്കെ ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ട്, നിങ്ങൾ മനുഷ്യനാണോ? നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? എവിടെ എന്ത് ദുരന്തം ഉണ്ടായാലും അത് വിറ്റ് തിന്നാനല്ലാതെ ആ മനുഷ്യരുടെ ദുഃഖത്തിൽ, യഥാർത്ഥ ദുഃഖത്തിൽ പങ്കാളികളാകാൻ പോലും നിങ്ങൾക്ക് കഴിയാറുണ്ടോ? അവിടെ ഇരുന്നു കൊണ്ട് അവർക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. ഒരു ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് ഒരെണ്ണവും മൂലം ഉറപ്പിച്ചിരുന്നിട്ടില്ല. എല്ലാം കടന്ന് പറക്കുക, ചാടുക, ഓടുക. അയ്യോ, യഥാർത്ഥത്തിൽ ദൂരദർശൻ മാത്രം മതിയായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. സമാധാനമായിട്ട് നമുക്കൊരു വാർത്ത അറിയാൻ ഇപ്പോൾ പറ്റുന്നില്ല. വാർത്തയുടെ സ്വഭാവം അറിഞ്ഞ് ആ വാർത്ത നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇവരുടെ കലഹത്തിൻ്റെയും ബഹളത്തിൻ്റെയും ആക്രോശങ്ങൾക്കുമൊക്കെ ഇടയിൽ എന്താണ് വാർത്ത എന്നതുപോലും അറിയാതെ നമ്മളിങ്ങനെ വായും പൊളിച്ച് നിൽക്കുകയാണ്. യഥാർത്ഥ വാർത്തകളെയൊക്കെ മുക്കിക്കൊല്ലുകയാണ്. ഇതിനെന്ന് ഒരു അറുതി വരുമെന്ന് അറിയില്ല. ഏതായാലും എനിക്കുള്ള ഒരു സമാധാനക്കേട് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായിട്ട് കൂടി പങ്കുവെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.